ഈ പ്ലാസ്റ്റിക് കൊണ്ട്, ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ നമ്മളിത് വലിച്ചെറിയും. നമ്മൾക്കും അതോടൊപ്പം തന്നെ പ്രകൃതിക്കും ഇത് ദോഷകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ആപത്ത് നമ്മൾ ചെയ്യും, ആവർത്തിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ് റഹീന നമുക്ക് പറഞ്ഞിരുന്നത്. റഹീനയ്ക്ക് ഇത്തവണ ഷാർജ ബിയ എന്ന് പറയുന്നത് ഷാർജയിൽ മാലിന്യ സംസ്കരണ വകുപ്പാണ്. ആ വകുപ്പിൻ്റെ അവാർഡ് ലഭിച്ചത്, ഫ്യൂച്ചർ പയനിയേഴ്സ് അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാളി പുത്തനത്താണി സ്വദേശി റഹീന എങ്ങനെ വീട്ടിനകത്തുള്ള മാലിന്യ വസ്തുക്കൾ അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് പറഞ്ഞു തരുന്നത്. അതിനാണ് അവാർഡ് തവണ ലഭിച്ചത്. ആദ്യം അഭിനന്ദനങ്ങൾ. റഹീന, എന്തിനായിരുന്നു ഇത്തവണത്തെ അവാർഡ്? എന്തായിരുന്നു നമ്മുടെ ഒരു പരീക്ഷണം? ഫ്യൂച്ചർ പയനിയർ അവാർഡാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഷെയ്ഖ് അബദൂറിൻ്റെ ഷാർജ റൂളറിൻ്റെ മകളാണ്. അവരുടെ അണ്ടറിൽ ബിയ ഒരു സംഘടിപ്പിച്ച അവാർഡാണ് കിട്ടിയത് ഇപ്രാവശ്യം. അപ്പോൾ അവർ സസ്റ്റൈനബിലിറ്റി ചാമ്പ്യൻസിനെ നമ്മുടെ ലോകത്തിന് വേണ്ടിയിട്ട് തരാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ അവാർഡ് സംഘടിപ്പിച്ചത്. എസ്ക്ലീൻ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ അബ്രിവേഷനായിട്ട് കൊടുത്തതാണ് എസ്ക്ലീൻ. എസ്ക്ലീൻ എന്ന് പറഞ്ഞാൽ സ്കാൻ ആൻഡ് ക്ലീൻ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് എസ്ക്ലീൻ. അപ്പോൾ അത് വി ആർ റെഡി ടു ക്ലീൻ എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ നെയിമിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വലിച്ചെറിയുന്ന തിങ്സ് എങ്ങനെയാണ് നമ്മൾ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മളത് എന്താ പറയുക, ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഐഡിയാസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇത് വലിയൊരു യൂസ്ഫുൾ ആയിട്ട് തീരും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് വീഡിയോസ് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നും. ഒരു പ്ലാസ്റ്റിക് കുപ്പി മാത്രമല്ല, ഒരു വീട്ടിലുണ്ടാകുന്ന ഏതൊരു മാലിന്യം അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തരും എസ്ക്ലീൻ. നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്ക് ഫ്ലവർ വാസ് ഉണ്ടാക്കാം, പെൻസിൽ കേസസ് ആക്കിയിട്ട് ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് ഫയൽ ഹോൾഡർ ആക്കിയിട്ട് ചെയ്യാം, അതുപോലെ ഫ്ലവർ ഹാങ്ങിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ ഐഡിയാസ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണ് ഇത് ഈ ഒരു രീതിയിൽ വരുന്നതെന്നുള്ള പ്ലാസ്റ്റിക് ക്രാഫ്റ്റ് ഐഡിയാസ് ഫോർ കിഡ്സ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ അഡൽട്ട്സ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് ഇതിനകത്ത് ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ വേണമെങ്കിൽ വീഡിയോ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കാർട്ടൺസ് ആണെങ്കിലും ഇ വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എവിടെയാണ് ഇത് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് UAE എവിടെയാണ് റീസൈക്കിൾ സെൻറ്റർ ഉള്ളത് അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളൊരു കണക്കില്ല, അത്ര അധികം ഉണ്ടാക്കാം നമുക്ക്. നമ്മൾ അത് ഇതൊന്നും അറിയാണ്ടാണ് നമ്മളിതെല്ലാം കളയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ട് എല്ലാ ഐഡിയാസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കാനർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് നമ്മൾ ബോട്ടിൽ ഓരോ കമ്പനിയാണ് ഇതിന് ഒരു എന്താ പറയുക തുടക്കം കുറിക്കേണ്ടത്. ഇപ്പോൾ കമ്പനി നമ്മളൊരു പ്രൊഡക്റ്റ് അവർ പുറത്തോട്ട് വരുമ്പോൾ ആ കമ്പനി തന്നെ ഒരു ബാർകോഡ് അവർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ബോട്ടിൽ വലിച്ചെറിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മൊബൈലിലുള്ള ഏത് സ്കാനർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഐഡിയാസ് ഇപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിലോട്ട് എന്താ പറയുക കയറിയിട്ട് അത് നമ്മൾ എന്താ പറയുക അതിനുള്ള ഓരോരോ ഐഡിയാസ് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യല്ല, പകരം QR കോഡാണ് ഇതിൻ്റെ ഒരു ആളുകൾ ഇത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആപ്പിലോട്ട് അത് കയറും. എന്നിട്ട് അത് ആ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഐഡിയാസ് കിട്ടുന്നത്. ഒരു കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, TVയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു QR കോഡ് അതിലുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഇത്. ഈ ആപ്പ് നമ്മളൊരു ഐഡിയ കൊടുക്കുന്നതാണ് ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ ആപ്പ് യൂസ് ചെയ്താലും അവർക്കൊരു ആപ്പ് യൂസ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആപ്പ് അവർക്ക് തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ആപ്പിൽ കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ, കാർട്ടൺസ്, ഇ വേസ്റ്റ്
അതാണ് ഇത് 3 ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. എസ്ക്ലീൻ എന്ന് പറയുന്ന ആപ്പ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? എസ്ക്ലീൻ കിട്ടുന്ന ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇട്ടിട്ടില്ല. പ്ലേ സ്റ്റോറിൽ ഞാൻ ഇടുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് നമുക്ക് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇടാത്തതിൻ്റെ കാരണം ഇതിൽ ഞാൻ കുറച്ച് തിങ്സ് കൊടുത്ത ഐഡിയ ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു ബെറ്റർ ഐഡിയ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ചാമ്പ്യൻ എങ്ങനെ ആവാം എന്നുള്ള ഒരു ഐഡിയ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ ഇടണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കൂടുതൽ ബാർകോഡ്സ് ആഡ് ചെയ്തിട്ട് എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിലും കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഒരു കമ്പനി അവർക്ക് തന്നെ അവരെന്തൊക്കെയാണ് അവർ എന്താ പറയുക പ്രൊഡക്റ്റ് ചെയ്യുന്നത് അവരുടെ തിങ്സിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണത്. നിലവിലെ സ്ക്രീനിലുള്ളത് മാത്രമല്ല, ഒരു കമ്പനി ഇപ്പോൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഫലപ്രദമായിട്ട് വീട്ടിലുള്ള ആളുകൾക്ക് വിനിയോഗിക്കാം എന്നും കൂടെ പറയുന്ന വിധത്തിൽ ഇത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഐഡിയാസ് കറക്റ്റായിട്ട് നമ്മുടെ ആപ്പിലൂടെ അവർക്ക് കിട്ടാൻ സാധിക്കും. റഹീന സ്കൂൾ അധ്യാപികയാണ്. 12 വർഷമായിട്ട് ഷാർജയിൽ തന്നെ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഈ സ്കൂൾ ജോലിക്കിടയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്പ് എന്നുള്ള ഒരു ആശയം ഉണ്ടായത്? സത്യം പറഞ്ഞാൽ ബിയാണ് നമുക്ക് അതിനൊരു തുടക്കം കുറിക്കാൻ, അത് ചിന്തിക്കാൻ പോലും ബിയാണ് നമുക്ക് ഒരുക്കി തന്നത്. കാരണം എന്ന് വെച്ചാൽ ബിയ ഒരു അവാർഡ് കൊടുക്കുന്നു, അപ്പോൾ അതിന് നമ്മളെ എത്രത്തോളം എൻകറേജ് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ മോളും ഇതുപോലെ തന്നെ ആപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അവളും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത് നമ്മളൊരു ബിയ അവാർഡ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അവർക്ക് സസ്റ്റൈനബിലിറ്റി ചാമ്പ്യനായിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചത് ഈ ഒരു അവാർഡ് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. മോളെ പേര് ഷമ്മ ഫാത്തിമ. ഇപ്പോൾ അവൾ ചെയ്ത ആപ്പിൻ്റെ പേരാണ് എക്കോ സ്റ്റേഷൻ. അപ്പോൾ എക്കോ സ്റ്റേഷനിലൂടെ നമുക്ക് വ്യത്യസ്ത തരം പ്ലാന്റ്സുകൾ നമുക്ക് ഏത് ഷോപ്പിൽ നിന്ന് കിട്ടും, അതുപോലെ റേറ്റ് എന്താ പറയുക, റേറ്റ് എന്തൊക്കെ വ്യത്യാസം, ഏതൊക്കെ ഷോപ്പിൽ ഏത് റേറ്റാണ് കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് റേറ്റിനനുസരിച്ച് നമുക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. 3 പെൺമക്കളാണ് എനിക്കുള്ളത്. മൂത്താളിപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു, അവളാണ് ഷമ്മ ഫാത്തിമ. രണ്ടാമത്തെ മോള് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ ഷിമ ഫാത്തിമ. ചെറുത് 2 വയസ്സായിട്ട്. ഭർത്താവ് RTL ബസ് ഡ്രൈവറാണ്, ഷെരീഫ്, നൂർ മുഹമ്മദ് ഷെരീഫ്. ഫ്യൂച്ചർ പയനിയേഴ്സ് അവാർഡ് ഇത് ഗ്ലോബൽ അവാർഡാണ്. ആഗോളതലത്തിൽ ബിയ നടത്തിയിട്ടുള്ള മത്സരത്തിൽ വിജയിയായിട്ടുള്ള ആളാണ് റഹീന. വലിയ സന്തോഷം. എന്നാലും ഒരു സുസ്ഥിര വികസനം എന്നുള്ളതൊക്കെയാണ് UAE ആണെങ്കിലും ലോകമൊക്കെ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. മാലിന്യം പരമാവധി കുറയ്ക്കാനാണ് എല്ലാ ഭരണകൂടങ്ങളും സന്ദേശം നൽകുന്നത്. അതിനുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായതിൽ വലിയ സന്തോഷം.